പാർത്ഥ, എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ്, ദൈവത്തിന് മുന്നിൽ മനുഷ്യരും ഒരുപോലെയാണ്. പക്ഷേ തിരുപ്പതി ദേവസ്വത്തിന് അങ്ങനെയല്ല. തിരുപ്പതി ദേവസ്വം പറയുന്നത് അഹിന്ദുക്കളെല്ലാം VRS എടുക്കണം, അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോകണം. എന്ത് വിചിത്രമായ കാര്യമാണ് ഇവർ പറയുന്നത്. ഒരുമാതിരി തന്തയില്ലായ്മ എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണ് ഇതിൽ പറയാനുള്ളത്? യഥാർത്ഥത്തിൽ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. അതായത് ധന്യ പറഞ്ഞതുപോലെ എന്താണ്, ഒരു ഇതര മതസ്ഥരായ ആളുകൾക്ക് ജോലി ചെയ്യാൻ പാടില്ല, VRS എടുക്കണമെന്ന് പറയുന്നതിനെ ആ അർത്ഥത്തിൽ കാണുകയും മറ്റൊരു വശം കൂടെ ഇതിനുണ്ട് എന്നാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുപ്പതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വരുമാനമുള്ള, ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രമാണ് തിരുപ്പതി. ആ തിരുപ്പതിയിലെ ലഡു ആണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമായി കൊടുക്കുന്നത്. തിരുപ്പതി ലഡു, അതെ, മൃഗക്കൊഴുപ്പിന്റെ പ്രശ്നം. ഈ ലഡുവുമായി ബന്ധപ്പെട്ടാണ് മൃഗക്കൊഴുപ്പിന്റെ പ്രശ്നവും കാര്യം. ആ ലഡു ആണ് പ്രസാദമായി ഭക്തർ ഏറ്റവും ഭക്തിപൂർവ്വം വാങ്ങുന്നത്. അപ്പോൾ ഈ തിരുപ്പതിയിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത്, തിരുപ്പതിയിലെ ഏകദേശം 300 ജീവനക്കാർ അഹിന്ദുക്കളാണ്. കരാർ ജീവനക്കാരായ ഏകദേശം 170ഓളം ആളുകൾ വേറെയുമുണ്ട്. അപ്പോൾ ഈ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഏറ്റവും പരിശുദ്ധമെന്ന് വിശ്വാസികൾ കരുതുന്ന മൃഗങ്ങളുടെ മാംസമോ അല്ലെങ്കിൽ വ്രതമെടുത്ത് പോലും നമ്മൾ അമ്പലങ്ങളിലേക്ക് പോകുന്നത്. അവിടെ ഈ മൃഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രക്തം, മാംസം, അത്തരം കാര്യങ്ങളൊന്നും തന്നെ അമ്പലത്തിനടുത്തേക്ക് അടുപ്പിക്കാൻ പാടില്ല എന്നതാണ് ഹൈന്ദവീയമായ വിശ്വാസമുള്ളത്. അവിടെ ഈ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർക്കുന്നു എന്ന ആരോപണം വരികയും അത് പലതരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ മൃഗക്കൊഴുപ്പ് കണ്ടെത്തുകയും തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തി എന്നുള്ള വാർത്ത വലിയ ചർച്ചാ വിഷയമായിരുന്നു. പിന്നീട് ആന്ധ്രയുടെ ഭരണം മാറി. ആന്ധ്രയിൽ TDPയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രബാബു നായിഡുവും, അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ സിനിമാ നടനായിരുന്ന ഇപ്പോൾ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള പവൻ കല്യാണും കൂടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു BJP പിന്തുണയോടുകൂടി അവിടെ ഒരു മന്ത്രിസഭ അവിടെ വന്നു. ജഗൻമോഹൻ റെഡ്ഡി അവിടെ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ വന്നു. ഇതോടുകൂടിയാണ് കാര്യങ്ങൾ മാറി മറയുന്നത്. തിരുപ്പതി എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായ ട്രസ്റ്റാണ്. അവിടെ ആരും അങ്ങനെ ആ ട്രസ്റ്റ് നിയന്ത്രിക്കുന്നൊന്നുമില്ല. അവിടുത്തെ ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നും അവിടെ ഇല്ല. അവിടെ ഈ സ്വതന്ത്രമായ ട്രസ്റ്റ് ആ അമ്പലത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അതിനെ എന്നാൽ കൈവിട്ടു പോകാതിരിക്കാനുള്ള ഒരു ചരട് സർക്കാരിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലാണ് അവിടെ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ ഈ തിരുപ്പതിയിലെ മൃഗക്കൊഴുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വലിയ ആരോപണം വരികയും എങ്ങനെ ഈ മൃഗക്കൊഴുപ്പ് ലഡുവിൽ കലർന്നു, അവിടെ ആരാണ് ഇത് കലർത്തിയത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം തേടിപ്പോയപ്പോൾ അവരെത്തിയത് ചില ആളുകളിലേക്കാണ്. അത് ഈ പറയുന്നത് പോലെ ഹൈന്ദവീയമായ വിശ്വാസമില്ലാത്ത ഒരാൾ ആ ഹൈന്ദവീയമായ ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രലോഭനങ്ങളിൽ വീണുപോയേക്കാം, അല്ലെങ്കിൽ ചില കുടിലതന്ത്രങ്ങളിൽ വീണുപോയേക്കാം എന്നുള്ള ഒരു കാര്യം അവിടെ അവർ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ അവിടുത്തെ വ്യാപാരികളും ഒക്കെ പറയുന്നത്, ഹൈന്ദവ ക്ഷേത്രത്തിൽ എന്തിനാണ് ഹിന്ദുക്കൾ കയറേണ്ട കാര്യം? ഇപ്പോൾ ശബരിമലയിലെ മുഴുവൻ ജീവനക്കാരും ഹിന്ദുക്കളാണ്. അതുപോലെ തന്നെ അവിടുത്തെ പോലീസുകാരെ, അവിടെ പോലീസ് അയ്യപ്പന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന പോലീസുകാരെ നിയമിക്കുന്നത് ഹിന്ദുക്കളെയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന കേരളത്തിലെ ഈ പറയുന്ന ക്ഷേത്രങ്ങളെയെല്ലാം നോക്കാൻ വേണ്ടി എന്ന് അവർ പറയുന്ന, പക്ഷേ ക്ഷേത്രങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ആളുകളെ നിയമിക്കുന്നതും ഈ പറയുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ്. അത് വരുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല, അല്ല, അവിടെ ദേവസ്വം ബോർഡുകളിൽ നിയമിക്കുന്നതും ഹിന്ദു വിശ്വാസികളെയാണ്. അത് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്? ഇപ്പം വഖഫ് ബോർഡ് അല്ലെങ്കിൽ ഇസ്ലാമിക പരമായിട്ടുള്ള ബോർഡ്, മദ്രസ ബോർഡുകളിലൊക്കെ നിയമിക്കുന്നത് ആരെയാണ്? ഹജ്ജ് കമ്മിറ്റിയിൽ നിയമിക്കുന്നത് ആ ഹിന്ദുക്കളെ നിയമിക്കാറില്ല, അവിടെ മുസ്ലിം വിഭാഗക്കാരെയാണ് നിയമിക്കാറ്. അപ്പോൾ അതുപോലെ തന്നെ തിരുപ്പതിയിൽ ഈ ലഡുവിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം ആളുകളെ മാറ്റി നിർത്തണം എന്നുള്ളതാണ് തിരുപ്പതി ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്ന പുതിയ അറിയിപ്പ് എന്ന് പറയുന്നത്. അതിന് ഇത്തരം ഒരു വശം കൂടെയുണ്ട്. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ, ഇനി ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അവിടുത്തെ ചെയർമാൻ അടക്കം നിലപാടെടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം വലിയ ഭക്തജനങ്ങളുള്ള കുറേ വിവാദങ്ങൾ ഇപ്പടുത്ത് തിരുപ്പതി ക്ഷേത്രം പെട്ടിരുന്നു. ഇപ്പടുത്ത് അവിടുത്തെ പാതയിൽ പുലി ഒരു കുട്ടിയെ കടിച്ചു കൊണ്ടുപോയ ഒരു വിഷയം ഉണ്ടായിരുന്നു. അവിടെ അതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി ഇഷ്യൂസ് അവിടെ വന്നിരുന്നു. അത്തരത്തിൽ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഹിന്ദുക്കളുടെ പ്രശ്നം കൊണ്ടാണോ? അല്ല, അവിടെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ട്രസ്റ്റിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു.
അപ്പൊ ധന്യ ചോദിച്ചതിന്റെ മുന എനിക്ക് മനസ്സിലായി. പക്ഷേ അവിടെ ഈ അഹിന്ദുക്കളെ കയറ്റരുത് അല്ലെങ്കിൽ അഹിന്ദുക്കളെ ജോലിക്ക് എടുക്കരുത് എന്ന് പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അവിടെ ഇത്തരത്തിലൊരു കാര്യവും ഇത്തരത്തിലൊരു ധ്രുവീകരണവും നടക്കുന്നത് കൊണ്ട് അവിടെ ഭരിക്കുന്നത് TDPയും ഈ പറയുന്ന പവൻ കല്യാണിന്റെ ഒരു തീവ്രമായിട്ടുള്ള ഹിന്ദു ഹൈന്ദവ പാർട്ടി ആയതുകൊണ്ടും BJP പിന്തുണയും മൂന്നും കൂടെ ചേർന്നാൽ എന്താണ് അറിയാമല്ലോ. അപ്പൊ അവിടെ ഒരു കാരണം വീണ് കിട്ടിയാൽ ഈ പറയുന്നത് പോലെ മൃഗക്കൊഴുപ്പുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ കലാപത്തിന് സമാനമായ പ്രക്ഷോഭത്തിന് അവിടെ ഹിന്ദു സംഘടനകൾ ഒരുങ്ങിയപ്പോൾ ഇവർ അതിനെ നിയന്ത്രിക്കുകയാണ് ചെയ്തത്. മുസ്ലിങ്ങൾക്കെതിരെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഇതിന്റെ പുറകിൽ ഇസ്ലാമികമായിട്ടുള്ള ജീവനക്കാരാണ് എന്ന് വരുത്താനോ അല്ലെങ്കിൽ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. അതിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം അവരവിടെ നടത്തിയത്. പക്ഷെ ഞാൻ പൂർണ്ണമായി അതിനോട് യോജിക്കുന്നില്ല. കാരണം തെറ്റാര് ചെയ്താലും അവരെ ശിക്ഷിക്കപ്പെടണം എന്ന് കരുതിയിട്ട് ഒരു ക്ഷേത്രത്തിനകത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ജോലിയായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പം ആചാരപരമായ കാര്യങ്ങളിൽ ഒഴികെ അതായത് ദിവസവും ഭക്തിപൂർവ്വം വന്ന് അവിടെ പിന്നെ എന്താണ് വ്രതങ്ങളൊക്കെ എടുത്ത് ചെയ്യേണ്ട ജോലികൾ ഒഴികെ ബാക്കി എല്ലാ ജോലികളും ചെയ്യാൻ അവിടെ ഇതര മതസ്ഥർക്ക് അനുവാദം കൊടുക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം ഇനി ആചാരപരമായ കാര്യങ്ങളിൽ പോലും ദൈവത്തിനെന്ത് ജാതി ദൈവത്തിനെന്ത് മതം എന്നൊരു വലിയ ചോദ്യമുണ്ട്, വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ദൈവത്തിന് ജാതി മതവും ഒന്നും ഇല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി പോകുമ്പോൾ ഒരു വലിയ വിശ്വാസി സമൂഹത്തിനെ അവരുടെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു വിശ്വാസത്തെ താളം തെറ്റിക്കാൻ അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ ഒന്നും പറ്റില്ല എന്നുള്ളതും കൂടെ ഇവിടെ മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് കരുതി ചെയ്യുന്നത് ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇതിനെ വളരെ കൃത്യമായി ബാലൻസ് ചെയ്ത് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വിഷയമാണിത്. തന്നെ എന്താ പറയുന്നത്? വിശ്വാസത്തെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടമാക്കുന്നത് അല്ലേ? ഇപ്പോൾ അള്ളാഹുവിന്റെ ഭൂമി അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അള്ളാഹുവിന് എന്തിനാ ഭൂമി? ഇവര് തന്നെ പറയുന്നത് സ്വർഗത്ത് മദ്യപുഴയുണ്ട്, പിന്നെ പാലൊഴുകുന്നു, പിന്നെ ആപ്പിള് ഒന്ന് പറിക്കുമ്പോൾ 4 വരുന്നു, 120 സ്ക്വയർ ഫീറ്റുള്ള ഓരോ മുറികൾക്ക് എന്തിനാണ് ഇത്രയും സൗകര്യങ്ങൾ സ്വർഗത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിന് എന്തിനാ ഭൂമിയിലെ പിന്നെ ഈ വസ്തുവകകൾ? അപ്പോൾ പിന്നെ അതുപോലെ തന്നെയാണ് തിരുപ്പതിയിൽ അഹിന്ദുക്കളെ കയറ്റരുത് എന്നൊക്കെ പറയുന്നത് എത്ര തീവ്ര ഹിന്ദുത്വവും നിലപാട് അതൊക്കെ തന്തയില്ലായ്മയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരാൾ എന്തെങ്കിലും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഹിന്ദു ക്ഷേത്രങ്ങളെ തകർക്കാനായി ഒരു ശ്രമം എവിടെയൊക്കെ നടക്കുന്നുണ്ട്. അത് മറ്റു സമുദായത്തിലുള്ളതുപോലെ അല്ല. ഹിന്ദുക്കളിൽ എപ്പോഴും ഒരു ഐക്യം കാണാൻ നമുക്ക് കഴിയില്ല. മറ്റു സമുദായങ്ങളിൽ ഐക്യം കാണാൻ കഴിയും. ഇസ്ലാമിലാണെങ്കിൽ അവർ ഒറ്റക്കെട്ടാണ്. ഇപ്പോൾ ചില നമ്മുടെയൊക്കെ പൂർവികർ പറയുന്നത് കേൾക്കാം, ഒരു ഗൾഫിൽ തന്നെ ഒരു മുസ്ലിം ജോലിക്ക് പോയാൽ അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും, ജോലിയില്ലാത്ത എല്ലാവരെയും കൊണ്ടുപോകും. ഒരു ക്രിസ്ത്യാനി അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയാൽ അവൻ്റെ കുടുംബത്തിലുള്ള അത്യാവശ്യപ്പെട്ട എല്ലാവർക്കും ആ ബിസിനസ്സിൽ ജോലി കൊടുക്കും, രക്ഷപ്പെടുത്തും. ഒരു ഹിന്ദു ഒരു ബിസിനസ് തുടങ്ങിയാൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റ് കാസ്റ്റുകാരും ഈവൻ ബംഗാളികൾ വരെ ആയിരിക്കും. എന്നാലും ഒരു ഹിന്ദുവിനോ സ്വന്തം ജാതിയിൽപ്പെട്ട ഒരാൾക്ക് ജോലി കൊടുക്കില്ല. ജാതിക്കപ്പുറത്തേക്ക് സ്വന്തം മതത്തിൽപ്പെട്ട സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കില്ല. അതാണ് ഹിന്ദുവിനൊരു ഐക്യമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ തിരുപ്പതി നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാറിയതല്ല, പക്ഷെ തിരുപ്പതി എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പണമുള്ള ക്ഷേത്രമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വരുമാനം ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അത് തിരുപ്പതി എന്ന് പറയുന്നത്. അവിടെ ഈ മൃഗക്കൊഴുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള സ്ഥലം തന്നെയാണ്. കാരണം തീവ്ര ഹിന്ദുത്വമാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഏത് തരത്തിലാണ് ഇതിനെ എടുക്കുന്നത് എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയാണ്. ഒരു അമ്പലത്തിൽ ആ അമ്പലത്തിൻ്റെതായ ആചാരാനുഷ്ഠാനം, ഇപ്പൊ ചില പള്ളികളിൽ സ്ത്രീകൾ കയറാൻ പാടില്ല. ആ പള്ളികളിൽ സ്ത്രീകൾ കയറിയാൽ ആ സ്ത്രീക്കുണ്ടാകുന്ന മുന്നോട്ടുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ പള്ളികളിലും. ഇവിടെയും ഹിന്ദുവിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ കൈകടത്താൻ അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കാൻ ആരെങ്കിലും ശ്രമം നടത്തിയാൽ അവരെ പൂർണ്ണമായും അതിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് ആർക്കും ചെന്ന് കയറാം, ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളെ ആർക്കും തകിടം മറിക്കാം, ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങൾക്ക് ഇവിടെ ഒരു പ്രാധാന്യവുമില്ല. നമ്മുടെ പിണറായി സർക്കാരൊക്കെ ഹിന്ദുക്കളെ ആ തരത്തിലാണ് കാണുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ അത്തരക്കാരെ മാറ്റി നിർത്തൂ.
അതിനുവേണ്ടി ജനങ്ങളെ തന്നെ തമ്മിൽ വേർതിരിക്കുന്നത് എന്തിനാണ്? മറുഭാഗത്ത് വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് ഇസ്ലാമികപരമായ മതപരമായ ബോർഡുകളിൽ ഒരു അഹിന്ദുവിനെ അനിസ്ലാമികമായ ഒരാളെ, മുസ്ലിം മതത്തിന് പുറത്തുള്ള ഒരാളെ നിയമിക്കുമോ എന്ന് ചോദിച്ചാൽ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? രണ്ടാമത്തത് അതെ, ഒരു കാര്യങ്ങൾ കൂടെ ഉണ്ട്. ക്രിസ്ത്യൻസിന്റെ ബോർഡ്, പല വിധത്തിലുള്ള ബോർഡുകളുണ്ട്, സഭയെ നിയന്ത്രിക്കുന്ന ബോർഡുകളുണ്ട്. ഇത്തരം ബോർഡുകളിൽ ഒരു ഹിന്ദു കയറിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ്. പക്ഷെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സനാതന ധർമ്മം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനെയും അവനവന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവ് ഒരു മഹാശക്തിയുടെ ഭാഗമാണ്, ഈ ചരാചരങ്ങളെല്ലാം ഒന്നിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കുന്ന സനാതനത്തിൽ ധന്യക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ മുസ്ലിം ആയിട്ടുള്ള ആൾക്കും അഹിന്ദുക്കളായിട്ടുള്ള ആൾക്കും അവിടെ ജോലി കൊടുക്കാമെന്ന് ധന്യയെ കൊണ്ട് പറയിപ്പിച്ചത് ഈ സനാതനത്തിന്റെ മഹത്വമാണ്. നമ്മൾക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് ആ സനാതനത്തിന്റെ മഹത്വമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്, ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവരുടെ മതത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അത് ആ ഇടുങ്ങിയ ചിന്താഗതി മൂലമാണ്. ആ ചിന്താഗതിയിൽ നിന്ന് മാറി അള്ളാഹു ആണെങ്കിൽ എല്ലാവരെയും സൃഷ്ടിച്ച അള്ളാഹു ആണെന്ന ബോധം, ക്രിസ്തു ആണെങ്കിൽ എല്ലാവരെയും സൃഷ്ടിച്ചത് ക്രിസ്തുവും പരിശുദ്ധാത്മാവും ആണെന്ന ബോധം, തമ്പുരാനാണെന്ന ബോധം ഇവരിലേക്ക് ഒക്കെ എത്തുന്നു. അല്ലെങ്കിൽ പാർസി, സിഖ് എല്ലാ മതങ്ങളിലും ഒരേ ആളുകളാണ് എല്ലാം എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് നമ്മൾക്ക് സാഹോദര്യം, മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്രിസ്ത്യൻസിന്റെ ബോർഡുകളിലെല്ലാം ഹിന്ദുക്കളെ നിയമിക്കുമോ എന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യൻസിന്റെ ബോർഡുകളിൽ നിയമിച്ച പിന്നെ ഒരമ്മയുടെ മകളാണ് ഞാൻ. അതിൽ നിന്ന് ശമ്പളം വാങ്ങി ആ പണം കൊണ്ട് ജീവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ക്രിസ്ത്യൻസിന്റെ എല്ലാ സഭകളിലും ഒക്കെ എൻ്റെ അമ്മ ടീച്ചറായിരുന്നു ക്രിസ്ത്യൻസിന്റെ സ്കൂളുകളിലെ. സ്കൂളുകളിലല്ല ഞാൻ പറഞ്ഞത്, സർക്കാർ നിയമിക്കുന്ന ചില ബോർഡുകളില്ല. അപ്പോ സ്കൂൾ സ്ഥാപനങ്ങളിൽ ഇപ്പോ ഹിന്ദു സ്ഥാപനങ്ങളിൽ മുസ്ലിം സ്ഥാപനങ്ങളിൽ ഹിന്ദുക്കളെയും അവരുടെ നടന്ന എന്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചാനലുണ്ട് കേരളത്തിൽ, ഒരു വലിയ വർഗീയത പറയുന്നു എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആ ചാനൽ ചർച്ചകളിൽ ആ ചാനലിന്റെ ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ ആരാണെന്ന് നോക്കിയാൽ മതി, അത് ഹിന്ദുവാണ്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത് സർക്കാർ കൊടുക്കുന്ന ചില ബോർഡ്, ദേവസ്വം ബോർഡ്, വഖഫ് ബോർഡ്, ഈ പറയുന്ന ഹജ്ജ് കമ്മിറ്റി എന്നൊക്കെ പറയുന്ന പോലത്തെ കമ്മിറ്റികൾ, ക്രിസ്തീയമായിട്ടുള്ള ചില കമ്മിറ്റികളിലൊക്കെ മറ്റാളുകൾക്ക് പ്രവേശനമില്ല എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്.